ചാനൽ ഗൗസീസ് വേൾഡ്. ഈ ഒരു വ്ളോഗ് എൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. ബിക്കോസ് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഒരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നത് ട്രാവലറിലും ഞാൻ പോകുന്നത് കാറിലുമാണ്. ഞങ്ങളുടെ IV ഡെസ്റ്റിനേഷൻ കൊല്ലത്തുള്ള മിൽമ ഫാക്ടറിയാണ്. ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ മിസ്സാണ് കേട്ടോ, ജെൻസി മിസ്. അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടുത്തെ സീനൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് കട്ടയ്ക്ക് കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ട്രിപ്പ് വരാൻ സാധിച്ചത്. എത്ര ദിവസത്തെ പ്ലാനിങ് ആണെന്നറിയോ ഇങ്ങനെ ഒരു ട്രിപ്പിന്റെ പിറകിലുള്ളത്? അങ്ങനെ മിൽമ ഫാക്ടറിക്കുള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് ലിഫ്റ്റ് ഉണ്ടായിരുന്നതിനാൽ എനിക്ക് അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാനായിട്ട് സാധിച്ചു. സാധാരണ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ അവിടെ മിക്കവാറും സ്റ്റെപ്പാണ് ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ലിഫ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് കാപ്പിൽ ബീച്ചിലേക്കാണ്. അവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. വീൽ ചെയറും മണലിൽ ഉരുളാത്തത് കൊണ്ട് ഞാൻ വണ്ടിയിൽ തന്നെയാണ് ഇരുന്നത് ഫ്രണ്ട്സ് വരുന്നത് വരെ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വർക്കല ക്ലിഫാണ്. ക്ലിഫിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടുന്ന് എനിക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല എന്ന്, ബീച്ചിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ വഴി തപ്പിപ്പിടിച്ച് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പാപനാശം എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് ഇവിടെ, അവിടേക്ക് വണ്ടി ചെല്ലുമെന്ന്. അപ്പോൾ വർക്കല ക്ലിഫിൽ നിന്ന് ഇറങ്ങി ഇവർക്ക് നടന്നെത്താവുന്ന ദൂരേ ഉള്ളൂ. ഞാൻ വണ്ടിയിലും ചെന്നു. അങ്ങനെ ഞാൻ പാപനാശ ബീച്ചിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നടന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും കാപ്പിൽ ബീച്ചിലെ തന്നെ അവസ്ഥയാണല്ലോ എന്ന് ആലോചിച്ചപ്പം എനിക്ക് നിരാശ തോന്നാതിരുന്നില്ല. പക്ഷെ എൻ്റെ കട്ട ചങ്സ് ഉള്ളത് കൊണ്ട് ആ നിരാശ അല്പം നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്നെ എടുത്തുകൊണ്ട് ചെന്ന് തിരമാലകളുടെ അടുത്ത് വരെ എത്തിച്ചു. സത്യത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒപ്പം നിൽക്കാൻ കട്ട ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പിന്നോട്ട് നിൽക്കുന്നത്?